കെ ജയപ്രസാദ്, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിക്കുന്ന രീതിയിലുള്ള പിഴവുകൾ അത് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതായത് സേനാപതി വേണു ചൂണ്ടിക്കാണിക്കുന്നത് സർവത്ര പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ വോട്ടിംഗ് സംവിധാനം ഇപ്പോഴും അട്ടിമറിക്കപ്പെടുന്നു. അദ്ദേഹം തന്നെ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്. ഈ CPIM-ന്റെ സ്വാധീന കാലഘട്ടങ്ങളിൽ പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ കേരളത്തിലും കണ്ണൂരിലും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് പോലും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ബാലറ്റുകൾ പിടിച്ചുപറിക്കുകയും അതുപോലെ തന്നെ വലിയ തോതിലുള്ള കള്ളവോട്ടുകൾ നടക്കുകയും ഒക്കെ ചെയ്തത് കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഒക്കെയാണ്. പക്ഷേ അത്തരം വോട്ടിംഗ് അട്ടിമറിക്കുന്ന ആ ഒരു സാഹചര്യത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വന്നത് എന്നത് നമുക്കറിയാം. കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം നടപടികളിലേക്ക് കടന്നത്. അതിനെയും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിക്കുന്ന വിഷയങ്ങളെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ശ്രീ ജയപ്രസാദ്, അങ്ങേക്ക് പ്രതികരിക്കാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരട്ട വോട്ടും വോട്ടിലെ ഇരട്ടിപ്പുണ്ട്, പേരിൻ്റെ ഇരട്ടിപ്പും രണ്ടാണ്. കാരണം കേരളത്തിലെ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാ വർഷവും കാലാകാലങ്ങളിൽ എല്ലാ വർഷവും തന്നെ അത് തിരുത്തലുകൾക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ അഡീഷൻസിന് വിധേയമാണ്. പക്ഷേ അത് 100% ശരിയല്ല. പലപ്പോഴും പുരുഷൻ സ്ത്രീയാകാറുണ്ട്, ഏജ് വ്യത്യാസം വരാറുണ്ട്, രക്ഷകർത്താവിൻ്റെ പേര് വ്യത്യാസം വരാറുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഞങ്ങൾക്ക് ഇലക്ഷൻ ക്ലാസ്സിൽ പോലും അത് പറയാറുണ്ട്. അതൊക്കെ നമ്മൾ അവഗണിക്കുക ചെയ്യുന്നത് സാധാരണഗതിയിൽ. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന നോക്കൂ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ എത്രമാത്രം വസ്തുതാപരമാണ്, കോൺഗ്രസിൻ്റെ സമീപനത്തിൽ അത് വസ്തുതാപരമാണോ എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 വോട്ട് ചെയ്യുമ്പോഴാണ് അത് കള്ളവോട്ടാകുന്നത്. എനിക്കിപ്പോൾ മൂന്ന് സ്ഥലത്ത് പേരുണ്ടാവുകയും ഞാൻ ഒരു സ്ഥലത്ത് മാത്രം വോട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കള്ളവോട്ടാകുന്നില്ല. പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റ് 100% പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടും ഞാൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, കാരണം ഞാൻ 2019 ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ഒരുപക്ഷെ ആ വർഷത്തിൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകാം. അപ്പോൾ ആ തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകുന്നത് ഒരു അപാകതയല്ല, അത് ഉണ്ടാകാറുണ്ട്. പക്ഷേ വോട്ട് 2 സ്ഥലത്ത് ചെയ്യുമ്പോഴാണ് അത് കള്ളവോട്ടാകുന്നത്. ഇവിടെ പറഞ്ഞ പോലെ കേരളത്തിലും പശ്ചിമ ബംഗാളിലും വളരെ ആസൂത്രിതമായി ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് ദിവസം നമ്മുടെ ഇലക്ഷൻ ബൂത്തിൽ ഓപ്പോസിഷൻ പാർട്ടികളുടെ ഏജൻറ് ഇല്ലാതെ വരുന്നതാണ്. ഞാൻ പല വർക്ക് ചെയ്തിട്ടുള്ള കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ പല ബൂത്തുകളിലും അവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഏജൻറ്റുമാരുണ്ടാകാറില്ല. അതിൽ CPM-ൻ്റെ ഏജൻറ് ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ സ്വതന്ത്രരുടെ പേരിൽ ചില ഏജൻറ്റുമാർ അത് CPM-ൻ്റെ തന്നെ താല്പര്യത്തിന് പ്രകാരം ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ അത്തരം ബൂത്തുകളിൽ ചലഞ്ച് ഉണ്ടാകില്ല. അവിടെ മരിച്ച ആളും വന്ന് വോട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ബഹുഭൂരിപക്ഷം, ഞാൻ കേരളത്തിലെ 5 ജില്ലകളിൽ ഇലക്ഷൻ ജോലി ചെയ്ത ഒരാളാണ്. വളരെ വിജിലൻ്റ് ആയിട്ടാണ് നമ്മുടെ പാർട്ടികളുടെ ഏജൻറ്റുമാരിരിക്കുക. അവിടെ ചലഞ്ച് ചെയ്യാറുണ്ട്. അപ്പം ഞാനിവിടെ സേനാപതിയോട് ചോദിക്കുന്നത്, ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ എത്ര വോട്ടാണ് ചലഞ്ച് ചെയ്തിട്ടുള്ളത്? ആ ചലഞ്ച് ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ ബൂത്ത് ലെവൽ ഏജൻറ്റും ഈ വിഷയത്തെ സീരിയസ് ആയി പരിഗണിച്ചിട്ടില്ല, അതിൻ്റെ ന്യൂനതകളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു ആരോപണമായി അത് ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിനൊരു സീരിയസ്നെസ് ഇലക്ഷൻ കമ്മീഷനും കൊടുക്കാൻ കഴിയില്ല. കാരണം ശരിയായ രീതിയിൽ നിരവധി സംവിധാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 അവസരങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ബൂത്ത് ലെവലിൽ ചെയ്യുന്ന ഓരോ വോട്ട്, ഉദാഹരണത്തിന് ഫോം 17 പ്രകാരം അവർക്ക് വോട്ട് ചെയ്തതിൻ്റെ അക്കൗണ്ട് കൊടുക്കാറുണ്ട്. ഈ പാർട്ടി ഏജൻറ്റ്, അദ്ദേഹം സേനാപതിക്ക് അറിയാം, ഏജൻറ്റിൻ്റെ കയ്യിൽ ഇലക്ഷൻ്റെ വൈകുന്നേരം അവസാനിക്കുമ്പോഴത്തേക്കും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടുകൊണ്ട് ഒരു അക്കൗണ്ട് കൊടുക്കാറുണ്ട്, എത്ര വോട്ട് ചെയ്തെന്നുള്ള. എണ്ണുന്ന ദിവസം അതേ കണക്ക് തന്നെയാണ് അവിടെ വരിക. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് വോട്ട് മറിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇലക്ഷൻ നമ്മൾ പറയുന്ന EVM-ൽ നമുക്ക് അട്ടിമറിക്കാൻ കഴിയില്ല. കാരണം പാർട്ടികളുടെ ഏജൻറ്റുമാർ അവരാണ് ഈ നമ്മുടെ മോക്ക് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ബാലറ്റ് ബോക്സോ അല്ലെങ്കിൽ നമ്മൾ EVM ആണെങ്കിലും അത് ക്ലോസ് ചെയ്യുമ്പോൾ അതിൽ ഒപ്പിടുന്നവരാണ്. അവർ തന്നെയാണ് തുറക്കുന്ന സമയത്തും ഉണ്ടാകുക. അപ്പോൾ ഈ അക്കൗണ്ട് അവരുടെ കയ്യിലിരിക്കുകയാണ്. അപ്പം എത്ര വോട്ട് ചെയ്തെന്ന് ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ 900 വോട്ടുള്ളതിൽ 700 വോട്ട് ചെയ്തതിൻ്റെ അക്കൗണ്ട് ബൂത്ത് ലെവൽ ഏജൻറ്റിൻ്റെ കയ്യിലിരിക്കുന്നു. അതായത് ബൂത്തിലിരിക്കുന്ന പാർട്ടിയുടെ പോൾ ഏജൻറ്റിൻ്റെ കയ്യിലിരിക്കുന്നെങ്കിൽ എണ്ണുന്നിടത്തും അതേ ഏജൻറ്റ് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വേറൊരാളിരിക്കുകയാണ്. ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് പാർട്ടി കൊടുത്ത ആളാണ് അവിടെ ഏജൻ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഈ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ അന്ന് നടന്ന വോട്ടേ അവിടെ എണ്ണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റ് 2-3 കാര്യങ്ങൾ ഇവിടെ പറയേണ്ടത്. ഇപ്പം മഹാദേവപുരത്തെ വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ബാംഗ്ലൂർ സെൻട്രലിലെ വിഷയം പോലെയാണ് തിരുവനന്തപുരത്ത് 2014 ശശി തരൂർ 4 നഗരമണ്ഡലങ്ങളിലും വളരെ പുറകിലായിരുന്നു, നിയമം ഉൾപ്പെടെ വളരെ പുറകിലായിരുന്നു. അതേസമയം 3 മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. ശശി തരൂർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ 7 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്
25,000 അല്ലെങ്കിൽ 30,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ച BJP അല്ലെങ്കിൽ ഒരു പാർട്ടി ജയിച്ചു, അത് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വിജയത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? 2019 ആലപ്പുഴ മണ്ഡലത്തിൽ CPM-ൻ്റെ വിജയത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അപ്പം നമ്മൾ സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വോട്ടേഴ്സിനെ മാനിക്കണം, ജനാധിപത്യ പ്രക്രിയയെ മാനിക്കണം. അപ്പം അതിന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സമുന്നതയായ നേതാവ് തിരഞ്ഞെടുപ്പിൽ അഴിമതി കാണിച്ചതിൻ്റെ പേരിൽ 6 വർഷം അയോഗ്യത ആക്കി പ്രഖ്യാപിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണെന്നുള്ളതുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 55 വർഷം ഭരിക്കേണ്ടതല്ല, ഏതാണ്ട് 50 വർഷം ഒരു കുടുംബമാണ് ആ സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഈ രാജ്യത്തെ ഉദാഹരണത്തിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മരിച്ചു എന്ന് 2 പേരാണ് ലോകത്തിൽ പറഞ്ഞത്, ഒന്ന് ട്രംപും മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുമാണ്. നമ്മുടെ ഡിഫൻസ് അല്ലെങ്കിൽ നമ്മുടെ സകല വ്യവസ്ഥയും, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവനും ഒരു തരത്തിൽ ക്യാമ്പയിനിങ് നടത്തിയിട്ട് ഇതിന് സമാന്തരമായി നമ്മൾ ആഗോള മാധ്യമങ്ങൾ ആഗോള തലത്തിൽ ഈ വിഷയങ്ങൾ ചെല്ലുന്നുണ്ട്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയോട് അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തെ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിലേക്ക് പ്രക്രിയയും നമ്മുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള പ്രതികരണം രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലൊക്കെ രാഹുലിന്റെ പ്രസ്താവനകൾ വലിയ തോതിൽ ഓടി നടക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം രാഹുലിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വലിയ തോതിൽ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ നിത്യേന കാണുന്നതാണ്.